ബ്രാഹ്മണ കുടുംബത്തിൻ്റെ പഴയ തറവാടാണ് പശ്ചാത്തലം. ഏകദേശം 140 വർഷം പഴക്കമുണ്ട് ഈ തറവാടിന്. അവിടുത്തെ പ്രധാന സവിശേഷത എന്തെന്നാൽ കൂട്ടുകുടുംബമായിട്ടാണ് ഇവിടുത്തെ ആളുകൾ ജീവിച്ചു പോന്നിരുന്നത്. ചിലർ വിദേശത്തുമാണ്. കുടുംബസ്വത്ത് ഭാഗം വെച്ചപ്പോൾ തറവാട് വസ്തുവിൻ്റെ ഭാഗം കിട്ടിയത് നിലവിലെ തലമുറയിലെ ഗോപിനാഥൻ എന്ന മൂത്ത മകനാണ്. അദ്ദേഹവും കുടുംബവുമാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത്. ഭാര്യ യശോദാമ്മയും 3 മക്കളും അടങ്ങിയതാണ് ഗോപിനാഥൻ്റെ കുടുംബം. അവിടെ താമസിച്ചു വരുമ്പോൾ അവർക്ക് അസ്വാഭാവികമായ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. രാത്രിയിൽ ഭക്ഷണം കഴിച്ച് അടുക്കളയെല്ലാം വൃത്തിയാക്കിയ ശേഷം പാത്രം കഴുകി വെച്ചാൽ അടുക്കളയിൽ നിന്നും ചോറും കറികളും വെക്കുന്ന ശബ്ദങ്ങളും ഭക്ഷണം വിളമ്പുന്ന ശബ്ദങ്ങളും കേൾക്കും. എന്നാൽ യാതൊരു കാര്യമായ ഉപദ്രവവും അവരിൽ നിന്ന് ഗോപിനാഥൻ്റെ കുടുംബത്തിന് ഉണ്ടാവാറില്ല. രാത്രിയിൽ മഴയും കാറ്റുമുള്ള ദിവസങ്ങളിൽ തൊടിയിലെ മാവിൽ നിന്നും നിറയെ മാമ്പഴങ്ങൾ വീഴുന്ന ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. നേരം വെളുത്ത് മാവിൻ ചുവട്ടിൽ ചെന്നാൽ ഒരു മാമ്പഴം പോലും കാണാറില്ല. ചിലപ്പോൾ പൊട്ടിച്ചിരിക്കുന്നതും ചിലപ്പോൾ കരയുന്നതുമായ ശബ്ദങ്ങൾ വീടിൻ്റെ ചില കോണുകളിൽ നിന്നും കേൾക്കാറുണ്ട്. കുട്ടികളുടെ കരച്ചിലുകളും അതിൽ ഉൾപ്പെടുന്നു. കൂടാതെ രാത്രിയിൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കുന്നതും കുളിക്കുന്നതുമായ ശബ്ദങ്ങളും സ്ഥിരമായി കേൾക്കും. ഗോപിനാഥൻ രാവിലെ 8 മണിക്ക് ജോലിക്ക് പോയി സന്ധ്യാസമയം 7 മണിക്കാണ് വീട്ടിലെത്താറുള്ളത്. ഭക്ഷണശേഷം ഗോപിനാഥൻ മുറ്റത്ത് നടക്കുമ്പോൾ കൂടെ ആരോ നടക്കുന്നതായും അദ്ദേഹത്തിൻ്റെ പേര് ആരോ പതിയെ വിളിക്കുന്നതായും അനുഭവപ്പെടുന്നു. എന്നാൽ തിരിഞ്ഞു നോക്കിയാൽ ആരെയും കാണാറുണ്ടായിരുന്നില്ല. കിണറ്റിൻ കരയിൽ നിന്ന് സംസാരിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കുമെങ്കിലും എന്താണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാവില്ല. വീട്ടിലെ സാധനങ്ങൾ, കസേരകൾ മുതലായവ സ്ഥലം മാറിപ്പോകുന്നത് ഗോപിനാഥനും യശോദാമ്മയും അത്ഭുതപ്പെടുന്നതോടൊപ്പം ഭയപ്പെടുത്തുകയും ചെയ്തു. ഒരു ദിവസം മോട്ടോർ നന്നാക്കുവാൻ വേണ്ടി കിണറ്റിൻ കരയിലെത്തിയ ഗോപിനാഥൻ തൻ്റെ നേർക്കൊരു ഭീകര രൂപം നടന്നു വരുന്നതായി കണ്ടു. അത് മനുഷ്യനെ പോലെയായിരുന്നെങ്കിലും മനുഷ്യൻ്റെ പോലെയുള്ള മുഖമായിരുന്നില്ല ആ രൂപത്തിന്. അതിൻ്റെ കണ്ണുകൾ ചുവന്നു തുടിച്ചിരുന്നു. കാലുകളിൽ കിലുങ്ങുന്ന ചങ്ങലയോ മറ്റോ ഉണ്ടായിരുന്നു. ആ കിലുക്കം തനിക്ക് അസഹ്യമായി തോന്നി. അതിൻ്റെ ചെവികൾ രണ്ടും നീണ്ടിരുന്നു. തലയിൽ മുടി ഉണ്ടായിരുന്നില്ല. മൂക്ക് ആരോ മുറിച്ചെടുത്ത പോലെ മൂക്കിൻ്റെ ഭാഗത്ത് 2 ദ്വാരമായിരുന്നു. ഒരു പൈശാചിക ഭാവം നിറഞ്ഞ മുഖമായിരുന്നു ആ രൂപത്തിന്. ഭയന്ന് നിലവിളിച്ച് ഗോപിനാഥൻ വീട്ടിലേക്കോടി. അന്ന് ഗോപിനാഥനെ ഭയന്ന് വിറച്ചതുകൊണ്ട് നല്ല പനി പിടിച്ചിരുന്നു. പണിക്കർ തന്നുവിട്ട ഒരു ചരട് ഉപയോഗിച്ചതുകൊണ്ടാണ് അന്ന് പനി മാറിയത്. പിന്നീട് ഒരു ദിവസം തറവാട് കുളത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന യശോദാമ്മ തൻ്റെ പിറകിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നു. ആരോ വെള്ളത്തിലേക്ക് എടുത്തു ചാടി വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോകുന്നതായി കണ്ടു. 2 കാലുകളുടെയും വെള്ള നിറത്തിലുള്ള അടിഭാഗമാണ് കണ്ടത്. പിന്നീട് വെള്ളത്തിനടിയിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങളും വെള്ളം കുമിളകളായി പൊങ്ങി വരുന്നതും കാണാനിടയായി. പക്ഷേ ഏറെ നേരം നോക്കിയിട്ടും ആരെയും കാണാനില്ല. വെള്ളം നിശ്ചലമായി കാണപ്പെട്ടു. പകൽ സമയങ്ങളിൽ പോലും വീടിനുള്ളിൽ ആരൊക്കെയോ ഉണ്ടെന്നുള്ള തോന്നലും ഇതിനെ സാധൂകരിക്കുന്ന ചില ശബ്ദങ്ങളും കേൾക്കാനിടയായി. ഒരു ദിവസം രാത്രി 12 മണിയോടടുത്തപ്പോൾ കുറേ ആളുകൾ ചേർന്നാൽ ഉണ്ടാകുന്ന ശബ്ദങ്ങൾ വീടിന് പുറത്തുനിന്നും യശോദാമ്മ കേൾക്കാനിടയായി. ഉടനെ യശോദാമ്മ തൻ്റെ ഭർത്താവായ ഗോപിനാഥനെ വിളിച്ചുണർത്തി. ആൾക്കൂട്ടത്തിൻ്റെ ശബ്ദങ്ങൾ പുറത്തുനിന്ന് കേൾക്കുന്നു എന്ന് പറയുന്നു. ഗോപിനാഥൻ ചെവിയോർത്തപ്പോൾ ശരിയാണ്, കേൾക്കുന്നുണ്ട്. എന്താണ് ആ സംഭവം എന്നറിയാൻ ജനൽവാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കുന്നു. ഗോപിനാഥനും യശോദാമ്മയും ഞെട്ടിപ്പോയി. ഒരു കല്യാണം തന്നെ അവിടെ നടക്കുന്നു. കല്യാണ പെണ്ണുണ്ട്, കല്യാണ ചെക്കനുണ്ട്. കല്യാണ സദ്യ ഒരുക്കി ഉഗ്രൻ പാർട്ടി തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനത്തെ അനുഭവങ്ങൾ കൂടിക്കൂടി വന്നപ്പോൾ അവരുടെ കുടുംബത്തിൻ്റെ സ്വസ്ഥത നഷ്ടമായി. ഉടൻ തന്നെ ഗോപിനാഥൻ ഒരു പണിക്കരെ കാണാൻ തീരുമാനിച്ചു. പണിക്കർ രാശിവെച്ച് നോക്കിയപ്പോൾ അവരുടെ തന്നെ മുൻ തലമുറയിലെ ഒരു ബ്രാഹ്മണനും കുടുംബവുമാണ് ബ്രഹ്മരക്ഷസുകളായി പുനർജനിച്ചിരിക്കുന്നത് എന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞു. എത്രയോ വർഷങ്ങൾക്ക് മുൻപേ ഒരു തീപിടുത്തത്തിൽ ജീവിത സാഫല്യം അടയാതെ മരിച്ച ഒരു ബ്രാഹ്മണ കുടുംബമായിരുന്നു അത്. ഇപ്പോൾ പുനർജനിച്ച് അവർ അവരുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തുകയാണ്. അവർ നിങ്ങളോടൊപ്പം ഈ വീട്ടിൽ തന്നെ ജീവിക്കുകയാണ്. അതാണ് ഈ ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നത്. അവർ നിങ്ങളുടെ ബന്ധുക്കൾ ആയതുകൊണ്ടാണ് നിങ്ങളെ ഉപദ്രവിക്കാത്തത്. എന്നാൽ അവരുടെ മാർഗങ്ങളിൽ തടസ്സം സൃഷ്ടിച്ചാൽ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട്. ചില പരിഹാരക്രിയകൾ ചെയ്താൽ അവരെ നമുക്ക് ശാന്തരാക്കാൻ പറ്റുന്നതാണ്. അതിനുവേണ്ട ക്രിയകൾ പണിക്കർ കുറിച്ചു കൊടുത്തു. അവരുടെ ആത്മാക്കളെ ശാന്തമാക്കാൻ ഗോപിനാഥൻ കുടുംബത്തോടൊപ്പം പ്രത്യേകം പൂജകളും ആചാരങ്ങളും നടത്തി.
ബ്രാഹ്മണരുടെ ആത്മാക്കളെ ശാന്തമാകാൻ വേണ്ട എല്ലാ മാർഗങ്ങളും സ്വീകരിച്ച ശേഷമാണ് വീട്ടിലെ ശബ്ദങ്ങളും അനുഭവങ്ങളും ഇല്ലാതായത്. ബ്രഹ്മരക്ഷസ് ആരാണെന്നാൽ ബ്രാഹ്മണനായ ഒരു വ്യക്തി മരണാനന്തര ജീവിതത്തിൽ പ്രത്യേകിച്ചും ശാപം കൊണ്ടോ ചില തെറ്റുകൾ മൂലമോ ബ്രഹ്മരക്ഷസ് ആയി മാറുന്നു. ഈ ആത്മാവ് താൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് നേടിയ എല്ലാ ജ്ഞാനവും വേദപഠനവും നിലനിർത്തുമ്പോൾ വളരെ പ്രബലവും ഭയാനകവും ആയിരിക്കുന്നതാണ്. ബ്രഹ്മരക്ഷസിനെ ഭയവും ദുരന്തങ്ങളും ഉണ്ടാക്കുന്ന ഒരാത്മാവായി ചിത്രീകരിക്കാറുണ്ട്. ഇതിനെ ശാന്തമാക്കാനും ഒഴിപ്പിക്കാനും ചില പ്രത്യേക പൂജകളും മന്ത്രങ്ങളും നടത്താറുണ്ട്. ബ്രഹ്മരക്ഷസിനെ പ്രതിഷ്ഠയാക്കി പൂജ നടത്തുന്നവരുമുണ്ട്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.